ലീഗ് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കൾക്ക് മാത്രമായി ഒരു മുന്നണി മാറാൻ കഴിയില്ല. അണികളെയും വിശ്വസിപ്പിക്കാനായിട്ടുള്ളൊരു മെക്കാനിസം വേണം. മുന്നണി മാറ്റത്തിനുള്ള ഒരു നിലമൊരുക്കലാണ് 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് മൂന്നാം സീറ്റ് കിട്ടില്ലെന്ന് ലീഗിനറിയാം. ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. UDF തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്നും അറിയാം. അപ്പോൾ 2026 മുന്നോടിയായി ഇടതുപക്ഷത്തേക്ക് ചായാനായിട്ടുള്ള നേതാക്കളിൽ ചിലരുടെ മനസ്സ് അത് അവർ കൃത്യമായി അണികളെ കൂടി ബോധ്യപ്പെടുത്താതെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിലെത്തുന്നു. മൂന്നാം സീറ്റിനെ യാചിച്ച് താണു വീണ് കേണിങ്ങനെ അപേക്ഷിച്ച് തുടരേണ്ട ആവശ്യമുണ്ട്. കാരണം ലീഗ് ജയിക്കുന്ന 2 സീറ്റും ലീഗിന്റെ മെറിറ്റിൽ കിട്ടുന്ന സീറ്റുകളാണ്, അല്ലാതെ കോൺഗ്രസ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സീറ്റുകളല്ല. ലീഗിന്റെ ഓൺ മെറിറ്റിൽ അവർ ജയിക്കുന്നതാണ് അവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്ന 2 സീറ്റുകളും. അതപ്പോൾ ആരും കൊടുത്തതല്ല, അത് അവരുടേതാണ്. ആ 2 സീറ്റുകളും മലപ്പുറവും പൊന്നാനിയും ലീഗിന്റെ സീറ്റുകളാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞാലും ഇല്ലെങ്കിലും ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും ലീഗ് ആ 2 സീറ്റിലും ജയിക്കും. എന്നാൽ ലീഗ് തങ്ങൾക്ക് ആനുപാതിക പ്രാതിനിധ്യം വേണം, CPIക്ക് കൊടുക്കുന്നത് പോലെ അത്രയും വേണ്ട, മൂന്നാമതൊരെണ്ണമാണ് ചോദിക്കുന്നത്. CPIക്ക് 4 ഉള്ളപ്പോഴാണ് ലീഗ് ഇവിടെ മൂന്നാമത്തേതിൽ ഇങ്ങനെ കേണുകൊണ്ടിരിക്കുന്നത്. മൂന്നാം സീറ്റില്ല. പിന്നെ രാജ്യസഭാ സീറ്റ്, ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനെ കുറിച്ചൊന്നും കോൺഗ്രസ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റും കൊടുക്കാതെ വരുമ്പോൾ അത് കൂടുതൽ ലീഗിനെ ചൊടിപ്പിക്കും. എല്ലാ തവണയും ചോദിച്ചതുപോലെയല്ല, ഇത്തവണ തരുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാം. ഇങ്ങനെ ഇനിയും നാണം കെട്ട് തുടർന്നിട്ട് എന്ത് കാര്യം? കാരണം നാട് മുഴുവൻ ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ തവണത്തെയും പോലെ ഇളിഭ്യരായി നിൽക്കാൻ ലീഗിനെ ഇനി കിട്ടുമോ എന്നുള്ളത് അത് കണ്ടറിയേണ്ട കാര്യമാണ്. ലീഗിന്റെ ആളുകളെ നിർത്തി ലീഗിന് ജയിപ്പിക്കാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ LDFിലേക്ക് പോയാൽ കിട്ടുന്ന മെച്ചത്തെക്കുറിച്ച് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം LDFിലേക്ക് പോയാൽ അനൗപചാരികമായി നടക്കുന്ന ചർച്ചകളിൽ കേൾക്കുന്നത് 4 ലോക്സഭാ സീറ്റ്, അതോടൊപ്പം തന്നെ 2026 30 നിയമസഭാ സീറ്റ്. അത് 30ൽ ലീഗിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വെച്ച് എത്രയെണ്ണം ജയിക്കാൻ കഴിയും, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു സംഘടനാ സംവിധാനം കൂടി ചേരുമ്പോൾ എന്നതും പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ 4+30 എന്ന് പറയുന്നത് നല്ലൊരു ഓഫറാണ്. ലീഗ് ആലോചിക്കുമ്പോൾ നല്ലതല്ലേ? ഇവിടെ മൂന്നാം സീറ്റ് ചോദിച്ച് ഇങ്ങനെ പിന്നാലെ നടക്കണം. മുന്നണി മാറ്റത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും അർഹതയുള്ള ലീഗിന് ഈ അവഗണന കഷ്ടപ്പെട്ട് സഹിച്ച് അമർഷമെല്ലാം കടിച്ചു പിടിച്ച് തുടരേണ്ട ആവശ്യമൊന്നുമില്ല. അണികളെ കൂടി ബോധ്യപ്പെടുത്തുക. ഇവിടെ സീറ്റ് തന്നില്ലെങ്കിൽ LDFിലേക്ക് പോവുക. അവർ നന്നായി. CPI ഒറ്റയ്ക്ക് ജയിച്ചാൽ ജയിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ട് 4 സീറ്റ് കൊടുക്കുന്നില്ലേ? ജയിക്കാനുള്ള അവസരം ഒരുക്കുന്നില്ലേ? പരിഗണിക്കുന്ന ഇടത്തേക്കാണ് പോകേണ്ടതുണ്ട്. അതായത് മൂന്നാം സീറ്റ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ആ ഭാഗം കൂടി നമ്മൾ എടുത്തു പോകണം. കോൺഗ്രസ് എപ്പോഴും ഈ നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വളരെ കുറവാണ്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഈ സാമുദായിക സമവാക്യം ഏറ്റവും കൂടുതൽ നോക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. UDFിന്റെ കാര്യം എടുക്കുമ്പോൾ അത് കൃത്യമായി അവർ പാലിക്കും. ഓരോന്നും എണ്ണി തിട്ടപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. ഇവിടെ ലീഗിന് ഒരു സീറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള തെന്നിത്തെറിച്ച് നിൽക്കുന്ന കയ്യാലപ്പുറത്തെ കുറെ വോട്ടുകൾ ഉണ്ടെന്നേ. ആ വോട്ടുകൾ നഷ്ടമാകുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഉയർത്താൻ, UDFിന്റെ സീറ്റെണ്ണം കൂട്ടാൻ, അതിനെല്ലാം ലീഗ് കഷ്ടപ്പെട്ട് പണിയെടുക്കണം. അല്ലാതെ ലീഗിനോടുള്ള അതൃപ്തിയോ ഒന്നുമല്ല. പക്ഷേ CPIഎമ്മിന് ആ ഭയമില്ല. എന്തായാലും ലീഗിന് പ്രതിഷേധമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അവരതെങ്ങനെ പ്രകടിപ്പിക്കുക എന്നത് ഞായറാഴ്ചത്തെ യോഗത്തിന് ശേഷമായിരിക്കും വ്യക്തമാവുക.